સમાચારમાં આગળ વાત કરીએ તો કેરળના એર્નાકુલમમાં કન્વેન્શન સેન્ટરમાં રવિવારે થયેલા 3 વિસ્ફોટોની 20 સભ્યોની ટીમ તપાસ કરશે. આ અકસ્માતમાં મૃત્યુઆંક વધીને 3 થયો છે, જેમાં મોડી રાત્રે હોસ્પિટલમાં સારવાર દરમિયાન મૃત્યુ પામનાર 12 વર્ષની બાળકીનો પણ સમાવેશ થાય છે. 41 ઘાયલ છે, જ્યારે 5ની હાલત ગંભીર છે. કેરળના મુખ્યમંત્રી પિનરાઈ વિજયને કહ્યું કે એડીજીપી કાયદો અને વ્યવસ્થાના નેતૃત્વમાં એક વિશેષ ટીમ આ ઘટનાની તપાસ કરશે. તપાસ ટીમમાં 20 સભ્યો હશે. અકસ્માતને લઈને મુખ્યમંત્રીએ આજે સવારે 10 વાગે તમામ પક્ષની મીટિંગ બોલાવી છે. આ દરમિયાન રાજ્યના એડીજી એટલે કે કાયદો અને વ્યવસ્થા અજીત કુમારે કહ્યું કે એક વ્યક્તિએ કોડકારા પોલીસ સ્ટેશનમાં આત્મસમર્પણ કર્યું છે. તેમનો દાવો છે કે તેમણે જ કન્વેન્શન સેન્ટરમાં બોમ્બ પ્લાન્ટ કર્યો હતો. આરોપીનું નામ ડોમિનિક માર્ટિન છે. કેરળ પોલીસે પુષ્ટિ કરી છે કે બોમ્બ માર્ટિન દ્વારા મૂકવામાં આવ્યો હતો. પોલીસને તેના ફોનમાંથી આઈઈડી બ્લાસ્ટ કરવા માટે ઉપયોગમાં લેવાતા રિમોટ કંટ્રોલના વિઝ્યુઅલ પણ મળ્યા છે. પોલીસે જણાવ્યું કે ડોમિનિકે સરેન્ડર કરતા પહેલા ફેસબુક લાઈવ કર્યું હતું, જેમાં તેણે બ્લાસ્ટની કબૂલાત કરી છે. ડોમિનિકે આવું કરવાનું કારણ પણ જણાવ્યું છે. તેણે ફેસબુક પર લાઈવ આવીને કહ્યું કે તે પણ ખ્રિસ્તી ધર્મના જેહોવાસ વિટનેસ જૂથનો છે, પરંતુ તેને તેમની વિચારધારા પસંદ નથી. તેઓ તેમને દેશ માટે જોખમ માને છે, કારણ કે તેઓ દેશના યુવાનોના મનમાં ઝેર રોકતા હોય છે તેવું લાગે છે. તેથી તેણે તેમની પ્રાર્થના સભા દરમિયાન બોમ્બ વિસ્ફોટ કર્યો હતો. પ્રાર્થના પૂરી થતાં જ કન્વેન્શન હોલમાં 3 વિસ્ફોટ થયા છે. યહોવાના સાક્ષીઓ સંસ્થાના સ્થાનિક પ્રવક્તા ટીએ શ્રી કુમારે જણાવ્યું હતું કે પ્રથમ વિસ્ફોટ રાત્રે 9:45 વાગે પ્રાર્થના સમાપ્ત થયા પછી સંમેલન હોલની મધ્યમાં થયો હતો. થોડીક સેકન્ડો પછી હોલની બંને બાજુએ વધુ 2 વિસ્ફોટ થયા. એર્નાકુલમમાં જે જગ્યાએ બ્લાસ્ટ થયો હતો તેની આસપાસ મોટી સંખ્યામાં યહૂદી સમુદાયના લોકો રહે છે. કેરળના ડીજીપી શેખ દરવેશ સાહેબે કહ્યું કે પ્રારંભિક તપાસ મુજબ આઈઈડી એક ટિફિન બોક્સમાં લગાવવામાં આવ્યો હતો અને તેને કન્વેન્શન સેન્ટરની અંદર રાખવામાં આવ્યો હતો. તપાસ માટે 8 વિશેષ ટીમો બનાવવામાં આવી છે. સંપૂર્ણ તપાસ બાદ વધુ માહિતી બહાર આવશે. ഹലോ, എൻ്റെ പേര് മാർട്ടിൻ. ഇപ്പോൾ നടന്നൊരു സംഭവ വികാസം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഹോവയുടെ സാക്ഷികൾ നടത്തിയിരുന്ന ഒരു കൺവെൻഷനിൽ ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. എന്ത് സംഭവിച്ചുവെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. എന്നിരുന്നാലും സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ ഉറപ്പുണ്ട്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാനാണ് ആ ബോംബ് സ്ഫോടനം അവിടെ നടത്തിയത്. എന്തിനാണ് ഞാൻ ഈ കൃത്യം ചെയ്തത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 16 വർഷത്തോളം ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അന്നൊന്നും ഞാൻ ഒട്ടും തന്നെ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല കാര്യങ്ങൾ. ഒരു തമാശ രൂപം മാത്രമേ മുന്നോട്ട് പോയിരുന്നു. എന്നാൽ ഒരു 6 വർഷത്തിന് മുമ്പ് വരെ ഞാൻ ചിന്തിച്ചപ്പോൾ ഇത് വളരെ തെറ്റായ ഒരു പ്രസ്ഥാനമാണെന്നും ഇതിലെ പഠിപ്പിക്കലുകൾ വളരെ രാജ്യദ്രോഹപരമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ഞാനത് തിരുത്തണം എന്നവരോട് പലവട്ടി ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിരുന്നാൽ ഇവരാരും അത് ചെയ്യാൻ തയ്യാറാകുന്നില്ല. വളരെയധികം പ്രാവശ്യം ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അല്ലേ. ഒരു രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ വളരെ മോശമായ ഭാഷയിൽ വേശ്യ സമൂഹമെന്നും നശിച്ചു പോകുന്ന ജാതികളെന്നും ഇവരുടെ കൂടെ കൂടരുതെന്നും ഇവരുടെ കൂടെ ഭക്ഷണം കഴിക്കരുതെന്നും അല്ലേ എങ്ങനെ പഠിപ്പിക്കുന്നൊരു പ്രസ്ഥാനമാണിതെന്നും ഇത് വളരെ തെറ്റായ ഒരു ആശയമാണ് നൽകുന്നതെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 4 വയസ്സുള്ള കുട്ടിയുടെ അടുത്ത് അവർ പറഞ്ഞു വിടുകയാണ്, സ്കൂൾ നഴ്സറി കുട്ടിയുടെ അടുത്ത്, സഹപാഠി തരുന്നൊരു മിഠായി നീ കഴിക്കരുത് അല്ലേ. 50 കുട്ടികളുണ്ടെങ്കിൽ 49 പേര് മിഠായി കഴിക്കുമ്പോൾ ഈ ഒരു കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കും. മാതാപിതാക്കൾ ഇത്ര 4 വയസ്സ് മുതൽ അതിൻ്റെ ബ്രെയിനിലോട്ട് ഇത്രമാത്രം പോയിസൺ ഇഞ്ചക്ട് ചെയ്യുന്നത്. ആ കുട്ടിയുടെ പറയുന്നത് ദേശീയ ഗാനം പാടരുത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്ര ചെറുപ്പത്തിലെ എത്രമാത്രം വിഷമാണ് ഈ കുട്ടികളുടെ മനസ്സിലോട്ട് വരെ ഒരു പങ്കുവെക്കുന്നത്. മുതിരുമ്പോൾ പഠിപ്പിക്കുന്നത് വോട്ട് ചെയ്യരുത്, അതെല്ലാം മോശം ആളുകളാണ്, അവരുടെ കൂട്ടത്തിൽ കൂടാൻ പാടില്ല, മിലിറ്ററി സേവനം ചെയ്യരുത്, ഗവൺമെൻറ് സർവീസ് ജോലി ചെയ്യാൻ പാടില്ല, സപ്പോസ് ടീച്ചറാകാൻ പോലും അവർക്ക് അനുവദിക്കുന്നില്ല. ഇതെല്ലാം നശിച്ചു പോകുന്ന ജനവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ജോലിയാണ്.
നമുക്കൊരു വിശ്വാസം കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നു, മരിക്കുന്നു, സ്വർഗ്ഗത്തിൽ നടത്തി കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവർ പഠിപ്പിക്കുന്നത് ഭൂമിയിലെ എല്ലാവരും നശിച്ചു പോകും, ഇവർ മാത്രം ജീവിക്കും. 850 കോടി ജനങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തെ നാം എന്താ ചെയ്യുക? എനിക്കൊരു പോംവഴി കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ തെറ്റായ ആശയത്തെ പ്രതികരിച്ച് എനിക്ക് പറ്റൂ. എനിക്ക് വ്യക്തമായി അറിയാവുന്നതാകുന്നതുകൊണ്ടും ഈ പ്രസ്ഥാനം രാജ്യത്തിന് അപകടകരമാണെന്നും ഞാൻ മനസ്സിലാക്കിയ നിമിത്തമാണ് എനിക്കിത് ഇങ്ങനെ തീരുമാനിക്കേണ്ടി വന്നത്. രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇടപെടില്ല. കാരണം മതം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടിയാണ്. നിങ്ങളൊന്ന് കണ്ണു തുറക്കണം. ഇതുപോലത്തെ തെറ്റായ ആശയങ്ങൾ പരത്തുന്നവരെ നിങ്ങൾ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ എന്നെപ്പോലെയുള്ള സാധാരണക്കാരനെ ജീവൻ നൽകേണ്ടി വരുന്നത്. ഇനിയെങ്കിൽ നിങ്ങൾ കണ്ണു തുറക്കൂ. ഇത്രമാത്രം മോശം, തൻ്റെ സഹോദരനല്ലേ അടുത്ത് നിൽക്കുന്നത്, അമ്മയും പെങ്ങളുമല്ലേ, അവർ വേശ്യ സമൂഹം എന്ന് നാമകരണം ചെയ്യാമോ? എത്രമാത്രം അധപതിച്ച ചിന്താഗതിയാണത്. അത് പഠിപ്പിച്ചു കൊടുക്കുന്നു ആളുകളെ. എല്ലാവരും നശിച്ചു പോകും. 850 കോടി ജനങ്ങൾ നശിച്ചു പോകും, നമ്മൾ മാത്രം ജീവിക്കും. ഈ ആശയം എങ്ങനെ നമുക്കിവിടെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയും? ഒരാളെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ ഇവരുടെ ആശയം ശരിയാണെന്ന് അവർക്ക് തോന്നും. തെറ്റാണ് നിങ്ങളുടെ ആശയം. യഹോവയുടെ സാക്ഷികളെ, നിങ്ങളുടെ ആശയം തെറ്റാണ്. നിങ്ങൾ ചില മാസിക അച്ചടിച്ചിറക്കും, മറ്റുള്ളവരെ സഹായിക്കണം, ബഹുമാനിക്കണം. നിങ്ങൾ കള്ളമാണ് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ സഹായിക്കുകയോ അവരെ ബഹുമാനിക്കുകയോ ചെയ്യുന്നില്ല. ചില ലേഖകളിൽ കാണാൻ സാധിക്കും മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം. അത് ഇതുപോലുള്ള കേസ് വരുമ്പോൾ മാത്രം നിങ്ങൾക്ക് കോടതിയിൽ പോയിട്ട് വാദിക്കാനുള്ള പ്രൂഫ് മാത്രമാണ്. വെള്ളപ്പൊക്കം സമയത്ത് നിങ്ങളുടെ ആളുകളുടെ വീടുകളിൽ മാത്രം പോയി നിങ്ങൾ ക്ലീൻ ചെയ്ത് കൊടുത്തു അല്ലേ? ഞാനൊരു പോസ്റ്റ് വെച്ചിരുന്നു. എൻ്റെ പോസ്റ്റ് ഇപ്പോഴും SP കിടക്കുന്നുണ്ട് അല്ലേ? വളരെ ചിന്തിച്ചതിന് ശേഷമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ തെറ്റായ ആശയം നമ്മുടെ നാട്ടിൽ അവസാനിപ്പിച്ചേ പറ്റൂ. നിങ്ങൾ എങ്ങനെയും വിശ്വസിച്ചോളൂ, മറ്റുള്ളവർ നശിച്ചു പോകും എന്നുള്ള ചിന്താഗതി ഒരിക്കലും വളർത്താൻ പാടില്ല. നമുക്ക് അന്നം തരുന്ന ഈ രാജ്യത്തെ ജനങ്ങളെ വേശ്യ സമൂഹമെന്നും നശിച്ചു പോകുന്ന ജാതികളെന്നും അവരെ പേര് ചാർത്തി അവരെ അധിക്ഷേപിക്കുകയും നമ്മൾ മാത്രമാണ് നല്ലവരെന്നും പറയുന്ന ആ ഒരു പഠിപ്പിക്കുന്ന സിദ്ധാന്തത്തെ ഞാൻ എതിർക്കുന്നു. ഈ പ്രസ്ഥാനം നാട്ടിൽ ആവശ്യമില്ല എന്നുള്ള പൂർണ്ണ ബോധത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സറണ്ടർ ആവുകയാണ്. അന്വേഷിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം പറയുന്നത്, എങ്ങനെയാണ് ഈ ബോംബ് സ്ഫോടനം തന്നെ എങ്ങനെയാണ് ഈ സ്ഫോടനം നടത്തിയത് ടെലികാസ്റ്റ് ചെയ്യരുത്, അതിൻ്റെ മെത്തേഡ് ടെലികാസ്റ്റ് ചെയ്യരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബാക്കിയെല്ലാം പുറകെ കാണാൻ സാധിക്കും നമുക്ക്. Today morning at 9:40 a.m. approximately, there was an explosion in Zamra International Convention Center, Kalamasheri, in which one person died and 36 persons are undergoing treatment as per our information. In the convention center, Jehovah Witness regional convention was happening, and all our senior officers, including the Commissioner of Police and others, are at the spot. They are investigating the matter. Our additional DG Law and Order is already on the way. He will be reaching soon, and myself will be reaching the incident place shortly. And we are examining the all angles, and we will find out who is behind this, and we will take very stringent action. At the same time, I would request everyone to maintain peace, remain calm, and I also request that no provocative posts or hate posts should be posted on the social media. If anybody is doing such thing, we will take very stringent action against them also. Thank you. Preliminary investigation shows it is a IED device, and we are examining it. Is there any terror angle in this, sir?
At this stage, I cannot tell anything. Only after investigation, I can confirm you the details. Thank you. കേന്ദ്ര ഏജൻസികൾ എന്തെങ്കിലും കാര്യത്തിൽ വിവരശേഖരണം നടത്തിയിട്ടുണ്ടോ അവർ വരുന്ന സംബന്ധിച്ച് So far, I don't have any information. Thank you. സംസാരിച്ചിട്ടുണ്ടോ സർ? Nobody spoke to me from the MHA. You are going there right now? I will be going there right now. Okay. Special team is there? We will be constituting a special team for this today itself. Today, after I reach the spot, we will constitute a special team. Was there any intelligence information regarding this earlier prior to this?